അല്ലാഹുവേ, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലം ആസഫ് അലാ ഷൈഇൻ യഫൂതുനി മിനദ് ദുനിയ ഇല്ലാ അലാ സലാസ്. ദുനിയാവെന്ന് മരിച്ചു പോകുമ്പോ ഈ ലോകത്ത് ലഭ്യമാകുന്ന 3 എനിക്ക് നഷ്ടപ്പെടുമല്ലോ എന്ന പേടി, എന്റെ സങ്കടം എനിക്കുണ്ട്. വേറൊന്നും എനിക്ക് പ്രശ്നമല്ല, പക്ഷെ ആ 3 ഈ ലോകത്തേ കിട്ടുള്ളൂ, മരിച്ചുപോയാൽ കിട്ടൂല. അങ്ങനെ ഒരു 3 മരിച്ചു കബറിൽ കിടക്കുമ്പോൾ അതിനൊന്നും കഴിയില്ലല്ലോ റബ്ബേ. അതാലോചിക്കുമ്പോൾ എനിക്ക് മരിക്കാനിച്ചിരി സങ്കടം തോന്നുകയാണ് എന്ന് മരിക്കുന്ന നേരത്തെ പറഞ്ഞ മഹാനാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. എന്താ വിഷയം എന്നറിയോ? വമഉൽ ഹവാജിർ. ഒന്നതാ ظمأ الهواجر ومكابدة الليل ولم مقاتل الفئة الباغية التي نزلت بنا. ظمأ الهواجر, നട്ടുച്ച നേരത്ത് ഏറ്റവും ചൂടുള്ള കാലത്ത് സുന്നത്തായി അല്ലാഹുവിന്റെ നോമ്പെടുക്കാനുള്ള സൗഭാഗ്യം ഖബറിൽ പോയി കിടന്നാൽ കഴിയില്ലല്ലോ പടച്ചവനെ. വമഉൽ ഹവാജിർ, നട്ടുച്ച നേരത്തെ ദാഹം, നല്ല വെയിലുള്ള ദാഹം, ദിവസത്തെ ദാഹത്തിനാണ് വമഉൽ ഹവാജിർ. നമ്മളിപ്പോ റമദാൻ ഇപ്പൊ നമുക്ക് ജൂണിൽ വന്നിരിക്കുകയാണ്, ഇപ്പൊ അടുത്ത വർഷമൊക്കെ വന്ന് മെയ്യിലേക്ക് ഇങ്ങോട്ട് വരും. ഏറ്റവും ചൂടുള്ള സമയത്ത് നോമ്പെടുക്കാൻ പോകുന്ന ഒരുവിധം കഴിഞ്ഞ ബിസിനസ്സുകാരൊക്കെ നാട്ടിലേക്ക് വിടും. അവിടെ എന്താ മഴ, നാട്ടിൽ നല്ല തണുപ്പല്ലേ, ഈ ചൂടത്ത് എന്തിനാ നിൽക്കണതെന്ന് പറഞ്ഞിട്ട് പോകും. കുറേയേറെ ആളുകൾ തണുപ്പുള്ള ഓസ്ട്രേലിയക്കൊക്കെ പോകും. അവിടെ എന്തായാലും 6-7 മണിക്കൂറൊക്കെ നോമ്പുള്ളൂ, എന്നാ പിന്നെ ഒരു മാസം ഓസ്ട്രേലിയയിലേക്കോട്ടെ, ഒരു ഓസിയായിട്ട് കഴിയാം എന്ന് വിചാരിച്ചിട്ട് ഓസ്ട്രേലിയക്ക് പോകുന്നത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് പോകുന്നത്. എന്തിന്? ഈ ചൂടിന്ന് രക്ഷപ്പെട്ടുകൂടാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ നിങ്ങൾ പറയാം, ഈ ചൂട് കാലം വരുമ്പോൾ ഒരു സുന്നത്ത് നോമ്പെടുക്കാനുള്ള രസമുണ്ടല്ലോ, അത് മരിച്ചുപോയാൽ കിട്ടില്ലല്ലോ. ചൂട് കാലത്ത് നോമ്പെടുക്കാൻ അവരൊക്കെ ആഗ്രഹിക്കുന്നത് ജൂണിലും ജൂലൈയിലൊക്കെ, സമ്മറിൽ ഇവിടെ ഓഗസ്റ്റിലും സെപ്റ്റംബറിലൊക്കെ ഒരു നോമ്പ് വരട്ടെ എന്നായിരിക്കും അവർ ആലോചിച്ചിട്ടുണ്ടാവുക. സുബ്ഹാനല്ലാഹ്, നമ്മളിവിടുന്ന് ഓടാൻ ഇഷ്ടപ്പെടാൻ. അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു ഹദീസുണ്ട്, സഫർനാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ യൗമിൻ ശദീദിൽ ഹർ. നല്ല ചൂടുള്ള ഒരു ദിവസം അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ ഞങ്ങളൊരു യാത്ര പോയി. നല്ല ചൂടാണ്. വകാന അഹദുനാ യലൗ യദഹു അലാ റഅസിഹി മിൻ ശിദ്ദത്തിൽ ഹർ. ചൂടിന്റെ കാഠിന്യം കൊടയൊന്നുമില്ലല്ലോ, തലയിൽ കൈവച്ചുകൊണ്ടാണ് ഞങ്ങൾ നടന്നുപോയത് മരുഭൂമിയിലൂടെ. ആലോചിക്കണം മുഅ്മിനീങ്ങളെ, നമ്മളൊക്കെ എത്ര വലിയ നിഅമത്തിലാണെന്ന് എന്താണ് ആലോചിക്കാൻ വയ്യ, നമ്മളെ കൊണ്ട് കഴിയില്ല. എത്ര വലിയ നിഅമത്തിലാണ് നമ്മൾ വാഹനത്തിലാണ് സഞ്ചരിക്കുന്നത്. നല്ല റോഡുണ്ട്, പേവ് ചെയ്ത നല്ല റോഡുകളില്ലേ, വാഹന സൗകര്യങ്ങളുണ്ട്. ഏതെങ്കിലും വല്ല അഡ്നോക്കായിട്ടോ എല്ലാവരും ഇറങ്ങി ഭക്ഷണം കഴിക്കാൻ, വെള്ളം കുടിക്കാൻ സ്ഥലമില്ലേ, വഴിയിൽ തന്നെ വിശ്രമിക്കാൻ ഇസ്തിറാഹ ഉണ്ട്. എന്തെല്ലാം സംവിധാനങ്ങൾ. നമ്മുടെ യാത്രയൊക്കെ എന്താണ്? യാ അല്ലാഹ്, എന്ന് തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. യാത്ര അദാബിന്റെ കഷ്ണമാണെന്ന് തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങൾ അതിന്റെ കാരണം പറഞ്ഞ വിഷയം എന്ന് വെച്ചാൽ യദഉ തുആമഹു വശറാബഹു വഅഹ്ല. യാത്ര പോകുമ്പോൾ നിങ്ങളുടെ ചില സ്പെഷ്യൽ ഭക്ഷണം ഉണ്ടാവും. ചിലക്കൊല്ല പരിപ്പും കറിയേക്കാരം വേണ്ടത്, നമുക്ക് ചിലപ്പോൾ പോയാൽ കിട്ടില്ല എന്ന് വരും. ചിലക്ക് വേറെന്തെങ്കിലും വേണ്ടത്. ഇഷ്ടപ്പെട്ട ഭക്ഷണവും ഇഷ്ടപ്പെട്ട വെള്ളവും നിങ്ങൾക്ക് കിട്ടില്ല. പിന്നെ നിങ്ങളുടെ കുടുംബം നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ടല്ലോ, കുടുംബം കൂടല്ലല്ലോ. അതുകൊണ്ട് യാത്ര അദാബിന്റെ കഷ്ണമാണ്. ആ ഒരു വകുപ്പ് നമുക്ക് ആലോചിക്കുക. ഏതെങ്കിലും യാത്ര യാത്ര പോയി നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കിട്ടിയില്ല എന്ന് വരും. ശരിയാണ്, സ്വാഭാവികമായിട്ട്. ഉംറക്ക് പോയി വന്നിട്ടൊക്കെ ചില ആളുകൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ദീർഘമായ യാത്ര പോയി വരുമ്പോഴേ ഒരു സാമ്പാറും ചോറും കിട്ടിയാൽ മതിയായിരുന്നു, കാരണം ഈ തിക്കിം കബാബും ഈ ബ്രോസ്റ്റും കൊടുത്തല്ല ഉടച്ചോനെ എന്നൊക്കെ പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ടത് കിട്ടുന്നില്ല. അതുകൊണ്ട് അദാബിന്റെ കഷ്ണം എന്ന് നമ്മൾ സൗകര്യത്തിന് മനസ്സിലാക്കുകയാണ്. സത്യത്തിൽ ഒരു പ്രയാസമില്ലാതെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. യാ അല്ലാഹ്, ശദീദുൽ ഹർ. അന്ന് ഷെയ്ഡായിട്ട് ഒന്നുമില്ല. ഹദീസിൽ തന്നെ വന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ വന്നിട്ടുണ്ട്, ജനങ്ങൾ അലാ മുറൂജിൻ യർകബൂനൽ മുറൂജ്, ജനങ്ങൾ നല്ല മെത്തകളിൽ യാത്ര ചെയ്യും. കർരിഹാലി, ഒട്ടകപ്പുറത്ത് വെക്കുന്ന ചെയർ പോലെയുള്ള ചെയറുള്ള നല്ല യാത്രാ സൗകര്യമുള്ള വാഹനത്തിൽ ആളുകൾ അന്ത്യനാളിന്റെ മുമ്പ് യാത്ര ചെയ്യും എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഒട്ടകപ്പുറത്തോ വാഹനപ്പുറത്തോ അല്ല, പക്ഷെ ഈ ഒട്ടകപ്പുറത്ത് വെക്കുന്ന റിഹാൽ, ഒട്ടകക്കട്ടിൽ, ഒരു സീറ്റാണത്, ചാരി നിൽക്കാൻ പറ്റുന്ന സീറ്റ്. അങ്ങനത്തെ സീറ്റുള്ള മെത്ത പോലെ സീറ്റുള്ള വാഹനങ്ങളിൽ എന്റെ ഉമ്മത്തികൾ യാത്ര ചെയ്യും. എന്നിട്ട് പറഞ്ഞു, അവര് പള്ളികളുടെ മുമ്പിൽ വന്ന് ആ വാഹനത്തിൽ ഇറങ്ങും. കാരണം പള്ളിന് മുമ്പിൽ കാർ പാർക്കിംഗ് ഉണ്ടാവുന്ന അർത്ഥം. അവിടെ വന്നിട്ട് ഇറങ്ങുന്നു.
വനിസാഉഹും കാസിയാത്തുൻ ആരിയാത്തുൻ, അവരുടെ പെണ്ണുങ്ങൾ മര്യാദയ്ക്ക് വസ്ത്രം ധരിക്കാത്തവരായിരിക്കും എന്ന് പറഞ്ഞാൽ ഇവര് പള്ളി പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെയാണ്, അല്ലെങ്കിൽ കാര്യപ്പെട്ട ആളാണ്, പള്ളിക്ക് വരുന്ന ആളാണ്, പക്ഷെ പെണ്ണുങ്ങളെ കാര്യം ശ്രദ്ധിക്കാറില്ല. അങ്ങനത്തെ ഒരു കാലം വരും. ഇന്നത്തെ ഉലമാ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞു, സയ്യാറ കാറുകളെ സംബന്ധിച്ചായിരിക്കും നബി തങ്ങൾ ഈ പറയുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ആ യാത്രയിൽ തങ്ങൾക്കൊന്നുമില്ല, തണലേകാൻ ഒന്നുമില്ല, കൈ തലയിൽ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ യാത്ര ചെയ്തത്. വമാ മിന്നാ സായിമുൻ ഇല്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു റവാഹ, നബി തങ്ങളും അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, രണ്ടുപേരല്ലാതെ ഞങ്ങളിൽ ഒരാൾക്കും അന്ന് നോമ്പില്ലായിരുന്നു. അന്ന് ആരും നോമ്പെടുത്തിട്ടില്ല. പക്ഷെ ആർക്ക് നോമ്പുണ്ട്? അഷ്റഫുൽ ഖൽഖിന് നോമ്പുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ നേതാവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പെടുത്തിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു റവാഹ തങ്ങളും അബൂദർദാ എന്നവരെ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഞങ്ങൾ നോമ്പെടുത്തില്ല, കഴിയില്ല, അത്രയ്ക്ക് ചൂടാണ്. പക്ഷെ നബി തങ്ങൾ നോമ്പെടുത്തു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ പറയില്ലേ, ഔട്ട്ഡോർ ആണ് ജോലി, പുറത്താണ് ജോലി, നമുക്ക് നോമ്പെടുക്കാൻ കഴിയില്ലല്ലോ, നമുക്ക് അല്ലാഹ് ശിക്ഷ തന്നിട്ടുണ്ടാവും. അങ്ങനെയൊന്നുമില്ല. ഒരുവിധം കഴിയോ നമ്മൾ നോമ്പെടുക്കും. നോമ്പെടുക്കാൻ പറ്റൂലേ, പിന്നെന്ത് ചെയ്യണം? അവര് അതുകൊണ്ട് സിക്കായി പോവാണ്. നമ്മള് ഇപ്പോ UK-യിലേക്കോ മറ്റു അമേരിക്കൻ രാജ്യങ്ങളിലേക്കോ നോർത്ത് പോളിലേക്കോ സൗത്തിലേക്കൊക്കെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് പ്രയാസം വരും. കാരണം 19-20 മണിക്കൂറൊക്കെ നോമ്പെടുക്കുന്ന അവസ്ഥ വരും. നോമ്പെടുത്തിട്ടില്ല, അങ്ങനെ ഒരു അവസ്ഥ കിട്ടിയോ? 19-20 മണിക്കൂറൊക്കെ നോമ്പ് ഇല്ല. ഞാനൊന്ന് അനുഭവിച്ചു നോക്കി. 10 ദിവസം നോമ്പെടുത്തു. അപ്പോ സുബ്ഹാനല്ലാഹ്, നമുക്ക് അങ്ങനെ ഒരു ഘട്ടം വന്നാൽ ഒരു മസാല പറയാറുണ്ട്. ഈജിപ്തിലെ ഒരു ഷെയ്ഖ് പറഞ്ഞു, ഏത് മക്കയിലെ ടൈം വെച്ചിട്ട് നിങ്ങൾ നോമ്പുറിക്കാൻ പറ്റും, അല്ലെങ്കിൽ നിയറസ്റ്റ് മുസ്ലിം കൺട്രിയുടെ മസല അവരുടെ ടൈമിംഗ് ആണ് നോക്കേണ്ടത് എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ പറയാറുണ്ട്. സത്യത്തിൽ എന്താണ് എന്റെ അർത്ഥം, എന്റെ മസല എന്താണ്? സത്യത്തിൽ നിങ്ങളെ കൊണ്ട് നോമ്പെടുക്കാൻ കഴിയോ? നിങ്ങൾ എടുത്തോളൂ. നിങ്ങൾക്ക് ആ 19-20 മണിക്കൂർ നോമ്പെടുക്കാൻ പറ്റൂലേ? നിങ്ങൾ എന്ത് ചെയ്യാ? റമദാൻ കഴിഞ്ഞിട്ട് അല്ലാഹു കൂട്ടിക്കോളൂ. കഴിയുമെങ്കിൽ എടുക്കണം. അങ്ങനെ കഴിയാത്തത് അല്ലാഹു തആല പറയില്ല. പക്ഷെ ഈ 19 മണിക്കൂറൊക്കെ നോമ്പെടുക്കുമ്പോൾ ഒരു പ്രയാസം തോന്നുന്നില്ല. അതാണ് രസം. നമുക്കൊരു ക്ഷീണം തോന്നുന്നില്ല. സാധാരണ പോലെ തന്നെ ആളുകൾ സ്വാഭാവികമായി വിശ്രമം എടുക്കുന്നുണ്ട്, മതി. പക്ഷേ രാത്രി വളരെ കുറവാണ്. മഗ്രിബാകുന്നു, അരമുക്കാൽ മണിക്കൂർ കൊണ്ട് ഇശയാകുന്നു, ഇശ കഴിഞ്ഞ് 2 മണിക്കൂർ കൊണ്ട് അത്താഴാവുന്നു. ഇത്രയും സമയം. അപ്പൊ സാധിക്കുമെങ്കിൽ നോമ്പെടുക്കാം. പറ്റൂലേ? വിന്റർ വരുന്നുണ്ട്, ഷോർട്ടായിരിക്കും ടൈം, അപ്പൊ കഥാ കൂട്ടിക്കോ. എടുക്കാൻ പറ്റുന്നവരെടുക്കണം. എന്നല്ല സൂര്യൻ ആകാശത്ത് ഉയർന്നു നിൽക്കുക. മക്കയിലിപ്പോ സൺസെറ്റ് ആയല്ലോ വർഷം എന്നാ തന്നേക്കാം, ചെയ്യരുത്. അങ്ങനെയല്ല, നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ എടുത്താൽ മതിയല്ലോ. അള്ളാഹ് അങ്ങനെയല്ലേ പറഞ്ഞത്, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. പറ്റുന്നെടുത്ത്. പറ്റൂലേ? കഥാ കൂട്ടിക്കോ, അത്രേ വേണ്ടൂ. എന്നല്ല നമ്മൾ ആ മസലകളൊന്നും പ്രായോഗികമായി സ്വീകരിച്ചുകൂടാ എന്നാണ് ആ വിഷയത്തിൽ സൂക്ഷ്മതയുള്ള ആലിമീങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഏതായിരുന്നാലും നമ്മുടെ നോമ്പൊന്നും അത്ര വലിയ പ്രയാസമുള്ള നോമ്പല്ല എന്ന് പറയാനാണ് ഈ ഹദീസ് പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹുവും അത്രയും ചൂടുള്ള കാലത്ത് നോമ്പെടുത്തിട്ടുണ്ട്. നമ്മുടെ പുറത്ത് വർക്ക് ചെയ്യുന്ന ജോലി ചെയ്യുന്ന ആളുകൾ, വർക്കേഴ്സ് ഉണ്ടാവില്ലേ, നമ്മുടെ കൺസ്ട്രക്ഷൻ ഫീൽഡ്